ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ വർഷ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ സ്റ്റുഡിയോ ഒക്കെ പൂട്ടി പോകാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ എലനോസ് പാട്ടറുടെ വീഡിയോ വന്നത്. അതായത് ജാസി ഇട്ട വീഡിയോയ്ക്ക് മറുപടിയായിട്ട് വന്നപ്പോണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കി കാണുന്ന ആള്, അല്ലെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക്, അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് കണ്ടപ്പം അതുകൂടെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ആരും സ്കിപ്പ് അടിച്ച് പോകല്. മാക്സിമം നമ്മളെ സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ അവസാനം വരെ കാണുക. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദയവേത് മക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ കാണുവാടാ, നിങ്ങൾ കാണും എനിക്ക് അറിയാം. നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ ഇതുപോലെയൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു നാറിയായിട്ട് നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കരുത്. മനസ്സിലായില്ലേ? പാട്ടച്ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് പിന്നെ വേറൊരു കാര്യം, കുറച്ച് പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ അല്ലേ? നോ, ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ ബ്രോ. ഇവ എന്നെ എന്തെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്നെ പ്രോഗ്രാമിന് വിളിക്കുന്നവർക്ക് വന്നിരുന്ന കമന്റ് ബോക്സിൽ പറയാം. ഞാൻ വളരെ കൃത്യമായി പറയാറുണ്ട്, എന്നെ ഇൻഫ്ലുവൻസർ എന്ന് താഴത്ത് ഒരിക്കലും കൊടുക്കരുത്. കാരണം ഞാൻ ഒരാളെയും ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്റെ കയ്യിലില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ അങ്ങനെ ഒരാൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവണം, അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ എവിടെയും ഐ എം ധന്യ രാജേഷ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അത് ക്ലിയർ ആണ്. എലനോസ് പാട്ടർ പറയുന്നത്, ധന്യ പറയുന്നത് കറക്റ്റ് ആണ്. പുള്ളി സ്വന്തമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ അല്ല, മറിച്ച് ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണ്. അപ്പം ആരും പുള്ളിയെ കണ്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം പുള്ളി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണ് എന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ കുഴപ്പമില്ല, നമുക്ക് ബാക്കി കാണാം. എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാനൊന്നും ഞാൻ വരാറില്ല. അപ്പൊ എന്ത് തന്നെ ആയാലും നമുക്ക് പിന്നെ ബിസ്മിയും കൂട്ടി നമുക്ക് തുടങ്ങാം. ഓക്കെ, അങ്ങോട്ട്. അപ്പോ തരാം കേട്ടോ, ഞാൻ തരാം. വലിയൊരു ബ്ലെസ്സിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നിട്ട വീഡിയോന്റെ താഴത്തും ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവൻ വന്നിരുന്ന് മെഴുകുന്നത് ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പിന്നെ ഇവൻ എവിടെയോ പറയുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ എന്റെ ഫാനാണ്, ഒരുപാട് കുട്ടികൾ ഫാമിലി ആയിട്ട് ഇത് കാണുന്നതുകൊണ്ട്, എന്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. എന്റെ കുഞ്ഞു അമ്മമാരോടും പിന്നെ വീട്ടിലുള്ള പാരന്റ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കളുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ വീഡിയോ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തു വെച്ചോട്ടാ. ഞാൻ ഇപ്പോഴേ പറയാം. ഇനി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നമ്മൾ ചെയ്ത ആ വീഡിയോ കേട്ട്, കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ട്, മാതാപിതാക്കള് സൂക്ഷിക്കുക. ഇവരെ കണ്ട്, ജാസിയെ പോലുള്ളവരെ കണ്ട് കുട്ടികള് പഠിക്കരുത് എന്നുള്ളത്, നോക്കണമെന്നുള്ളത് അത് മാതാപിതാക്കളുടെ കടമയാണ്. നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. വളരെ കൃത്യമായിട്ട് നീ പറഞ്ഞത് ശരി തന്നെയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. കള്ളത്തരങ്ങൾ മാത്രം പറയുന്നത് നീയാണോ, അല്ലെങ്കിൽ താഴെ തെളിവുകളൊക്കെ വെച്ച് സംസാരിക്കുന്നത് ഞാൻ പറയുന്നതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പുണ്യം കിട്ടിക്കോട്ടെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കാം, ജാസി ജാസി അർഹത എന്ത് ഞങ്ങൾ കാണണം. അത് ഞാൻ അവൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്യൻ അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഇവൻ തന്നെ ഇവന്റെ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞു, കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു, മില്യൺ അടിച്ച ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഇവൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ പരനാറി ഇവന്റെ വീഡിയോയിൽ വന്നിരുന്നു, ഇന്നിട്ട വീഡിയോയിൽ ഇവൻ പറയുന്നത് ഞാൻ കാര്യങ്ങൾ വളച്ചൊടിച്ചു. ഇവൻ അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഇവൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആ കുട്ടീനോട് അങ്ങനെ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്താണ് എന്നുള്ളത്. അത് പുറത്താണോ എന്നൊന്നും എനിക്ക് അതൊക്കെ ഞാൻ വെക്കാം. അതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞു, കാണണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. കാണണ്ടാന്ന് പറഞ്ഞിട്ടും ഈ ചെറ്റ കാണിച്ചു എന്ന് ഇവൻ സമ്മതിക്കുന്നുണ്ട്. ഭാഗ്യം. ബാക്കി നമുക്ക് കാണാം. അത് ഞാൻ എന്റെ ദൈവമേ, അടുത്ത ഏതാണ്? ഇതൊന്നും കേട്ടാല് ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല ജാസി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇനി ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും, എന്തൊക്കെ വലിച്ചയച്ച് സോഷ്യൽ മീഡിയ ഇട്ടാലും, ജാസി മറ്റേ മാറാൻ എടുക്കുന്ന തട്ട് താന്ന് തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായ? എന്തോ വേറെ ഡയലോഗ് പറയുന്നില്ല, ആ ഡയലോഗ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാറ മരുഭൂമിയാ, എന്തോ നിനക്ക് മണൽ കയറ്റി അയക്കല്ലേ എന്നുള്ളത്. മരുഭൂമിയിലേക്കൊന്നും മണ്ണ് കയറ്റി അയക്കുന്നില്ല, മണലും കയറ്റി അയക്കുന്നില്ല, ഒന്നും കയറ്റി അയക്കുന്നില്ല. പിന്നെ മാണാണിക്കുന്നത് മാണാണ് തട്ട്. ശരിയാണ്, നീ ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. നീ ഒരു പുരുഷനാണ്. നമ്മളാകെ 58 കിലോനേ ഉള്ളൂ. നീ അത്യാവശ്യം മസ്കുലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. നിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അതിനൊന്നും ഇപ്പൊ ആർക്കൂടെ സംശയമൊന്നുമില്ല. കേട്ടല്ലേ? സത്യങ്ങൾ പറയുന്നതിലാണ് നീ ഈ തട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എലനോസ് പാർട്ടിയുടെ തട്ട് തരാം കേട്ടോ. അതെന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട് ആ പറഞ്ഞൊരു വാക്ക്. അതായത് വെയിറ്റ് കൊണ്ടാണെങ്കിൽ ജാസി ഇരിക്കുന്ന തട്ട് താന്ന് തന്നെ ഇരിക്കും, അത് കറക്റ്റ് ആണ്. അതല്ല സത്യം വെച്ചോണ്ടാണെങ്കിൽ ഹെലന്റെ തട്ടായിരിക്കും താരുന്നത് എന്നുള്ളത്.
അപ്പം നമുക്ക് അങ്ങനെ തന്നെ കരുതാത്. കാരണം ജാസിയുടെ അറിയാലോ നമുക്ക്. പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. ജാസി ഇക്ക ആയി വരട്ടെ, ബാക്കി കേൾക്കാം നമുക്ക്. നമുക്ക് എല്ലാം തെളിവുകൾ സഹിതം തന്നെ വെക്കാം. ആദ്യത്തത് പൊളിഞ്ഞല്ലോ ഇവൻ പറഞ്ഞു, ഇവൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട്, കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചു എന്ന് ഇവൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുള്ള തെളിവ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ സന്തോഷങ്ങൾ ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറയുമ്പോൾ ഇത് വലിയ വിവാദമാവുന്നത് എന്നാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ സുഹൃത്തായിരുന്നു ആ കുട്ടി, ഇപ്പൊ അല്ല. ആ കുട്ടി പറഞ്ഞല്ലോ ഇപ്പൊ സുഹൃത്തല്ല. ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ്. ഞാൻ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സർജറി ചെയ്ത ഭാഗങ്ങൾ എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. കേട്ടോ, വേറൊരു കാര്യം എനിക്കിപ്പം പറയാനുണ്ട്. പെണ്ണായി മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ അതിനു മുമ്പേ ഗർഭം ധരിച്ച്, കേട്ടോ, ദിവ്യഗർഭം ധരിച്ച്, ഗർഭപാത്രം ഇല്ല. ഇനിയിപ്പം സർജറി ഒക്കെ കഴിഞ്ഞ് പെണ്ണായാലും ഈ ട്രാൻസ് വുമണിന് ഗർഭം ധരിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പം ജാസി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത് സാധിച്ചേക്കും. കാര്യം എങ്ങും നടക്കാത്ത കാര്യങ്ങളാണല്ലോ ജാസിയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ പൊന്നേട്ട, എന്നെ നിങ്ങൾ ഈ നാഴിയൊക്കെ നാപ്പോഴും 1950 എന്ന് പറയുന്ന പോലെ എന്റെ സുഹൃത്തായിരുന്നു അത് പറയല്ലേ നിങ്ങൾ ദയവ് ചെയ്തിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ആ ഒരു സാധനം മാത്രം നിങ്ങൾ പറയരുത്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുമായിരിക്കും. അത് കാണാനും ആൾക്കാരുണ്ടാവുമായിരിക്കും. കണ്ടിട്ട് ഓഹോ വാവ് അടിപൊളി സിലിക്കോൺ കൊള്ളാം, അതിന്റെ ക്വാളിറ്റി ചെക്കൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. എന്നെ നിങ്ങൾ ദയവ് ചെയ്ത് അതിൽ പെടുത്തരുത്. മനസ്സിലായില്ലേ? അതിൽ പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും താല്പര്യമുള്ളവർ അത് കണ്ട് ആസ്വദിക്കുന്നതും അതൊക്കെ അവരുടെ വിഷയമാണ്. എന്നെ നിങ്ങൾ അതിൽ പെടുത്തരുത്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ്. ഞാൻ ബട്ടൺസ് അയച്ചിട്ട് എന്റെ സ്റ്റിച്ചിന്റെ അവിടെയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ആ പെൺകുട്ടി ഞാൻ കാണണം എന്ന് പറഞ്ഞ വീഡിയോസിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് കാണണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പബ്ലിക്കിലായിരുന്നു പാട്ട് പറയാൻ എനിക്കറിയില്ല, ഞാൻ പുറത്താണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ നീ ക്യാമറ ഓൺ ആക്കണം, ഞാൻ വാട്സ്ആപ്പ് കോളാണ് ചെയ്യുന്നത്. അതെ, വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞില്ലേ? പുറത്താണെന്ന് പറയുമ്പോൾ നീ പിന്നെ എവിടെയാണെന്നാണ് വിചാരിച്ചത്? ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്താണെന്നാണോ? അങ്ങനെയാണെ കാണിക്കാന്ന്? ആണല്ലോ ആ കുട്ടി പറഞ്ഞു, ഓക്കെ നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാൻ വാട്സ്ആപ്പ് കോളാണ് ചെയ്യുന്നത്. നീ ക്യാമറ ഓൺ ആക്കണ്ട, ഞാൻ ഓൺ ആക്കി നിങ്ങൾ കാണാമല്ലോ. അത് ഇത്രയും പബ്ലിക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കാണണമെന്നൊന്നുമില്ല, നമുക്കത് ഇങ്ങനെ കാണാം. പക്ഷെ ആ കുട്ടി കണ്ടിട്ടുണ്ട്. കണ്ടതിന് ശേഷമാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്നോട്, ഓക്കെ എനിക്കിപ്പോ ഓക്കെ ആണ്, എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞത്. ആ കുട്ടി അഞ്ച് അത് മാറ്റി പറയുന്നത് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, നീ എന്റെ കെട്ടിയോനൊന്നല്ല, നീ മനസ്സിലായില്ലേ? നീ എന്നെ വീഡിയോ കോൾ ആക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒളിച്ചു പൊത്തി ഞാൻ നോക്കാൻ വേണ്ടി നീ എന്റെ ഓനൊന്നല്ലോ അന്ന്. അയ്യോ, ഇവൻ വീഡിയോ കോൾ ആക്കുമ്പോ ഞാൻ പുറത്താണെന്ന് ഇവനോട് പറഞ്ഞു. ഞാൻ പൊത്തിയിട്ടൊക്കെ നോക്കണം പോലും എന്റെ വീഡിയോ. അപ്പൊ ഇവന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇവൻ പറഞ്ഞു ആ കുട്ടി കണ്ടതുകൊണ്ടാണല്ലോ പിന്നെ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവര് തുണി ഊരി മാറ്റിയപ്പോ ഞാൻ എന്റെ ഫോൺ മറച്ചു പിടിച്ചു എന്നുള്ളത്. മറച്ചു പിടിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എന്റെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സുഖം പ്രാപിച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ വീഡിയോ അവിടെ തന്നെ കിടക്കുന്നത്, വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് വളരെ ക്ലിപ്പും കൂടെ വെക്കാം. നിങ്ങൾ സുഖം പ്രാപിച്ചതിനു ശേഷം സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും. ആരെങ്കിലും ഇതുപോലെ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, എന്ത് സർജറി ആണെന്നുണ്ടെങ്കിലും ഉപകാരപ്പെടും. നിങ്ങൾ അത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. നീ എന്ത് അടിസ്ഥാനത്തിലാടാ പറയുന്നത്? ഞാൻ നീ കാണിച്ച നഗ്നതാ പ്രദർശനം ഞാൻ കണ്ടു, ഉറപ്പന്നല്ല ഞാൻ കണ്ടു എന്ന്. നീ അത് കാണിച്ചു നീ സമ്മതിച്ചല്ലോ. നഗ്നതാ പ്രദർശനം നീ എനിക്ക് നേരെ കാണിച്ചു, ഒരു സ്ത്രീ ആയ എനിക്ക് നേരെ കാണിച്ചു എന്ന് നീ സമ്മതിച്ചല്ലോ. അത് മതി, എനിക്കത് മാത്രം മതി. മനസ്സിലായില്ലേ? ബാക്കിയും കൂടിയേ. ഈ ഒരു കാര്യം നമ്മുടെ വീഡിയോയിൽ നേരത്തെ ജാസിയെ കുറിച്ച് ചെയ്ത വീഡിയോ നമ്മൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ, ഇനിയിപ്പോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ ഭാഗം കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒരാണാണെങ്കിൽ തന്നെയും ഒരാണിനെ തുറന്നങ്ങ് കാണിക്കുകയെന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്നിട്ട് ഒരു പെണ്ണിനെ തുറന്നങ്ങ് കാണിക്കുകയെന്ന് ചെയ്യുന്നത്, അതാണോ മര്യാദ? എന്നിട്ട് അതിനെ ന്യായീകരിക്കുവാന്നോ? എനിക്കറിഞ്ഞൂടാ അതിനെ കുറിച്ച്. ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന, ഈ പറയുന്നതിനെയൊക്കെ അംഗീകരിക്കുകയും മൂട് താങ്ങുകയും ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. ഒരു പെണ്ണിനെ വിളിച്ചിട്ട് മറ്റവനെ യഥാർത്ഥത്തിൽ അവനാണാണല്ലോ, പെണ്ണായിട്ടൊന്നും ഇല്ലല്ലോ. ഒരു പെണ്ണിനെ ഫോണിൽ വിളിച്ചിട്ട് തുണി അഴിച്ചങ്ങ് കാണിച്ചു കൊടുക്കുക, ബട്ടൺസ് പറഞ്ഞങ്ങ് കാണിച്ചു കൊടുക്കുക, എന്നാ കണ്ടോന്നും പറഞ്ഞു. ഇതൊക്കെ എവിടുത്തെ നാട്ടുകിടപ്പാ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറച്ച് ആൾക്കാർ. എനിക്ക് ആ കുട്ടി ട്രോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മോള് കേൾക്കാത്ത അത്രക്ക് തെറി പറയാനൊക്കെ എനിക്കറിയാം. ജാസി മലപ്പുറംകാരനാണ്, മനസ്സിലായ? നമ്മൾ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, ജാസി മലപ്പുറംകാരനാണ്. യെസ്, അതാണ് നമ്മൾ പറയുന്നത്. ജാസി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? മലപ്പുറംകാരനാണ്, കാര്യമല്ല, മലപ്പുറംകാരനാണ് ജാസി. അപ്പം അത് ജാസി തന്നെ വായിന്ന് വന്നല്ലോ. അതാണ് പറഞ്ഞത്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും അസിൽ മുന്തുമോ അറിവ് മുന്തുമോ എന്ന് ചോദിച്ചാൽ അസിലെ മുന്തത്തുള്ളൂ. ജാസി ഒരാണാണെന്നുള്ളത് അവൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം അതിൽ കൂടുതൽ വലിയ തെളിവൊന്നും ഇല്ലല്ലോ. അപ്പം മലപ്പുറംകാരനായ ജാസിയുടെ ബാക്കി കേൾക്കാം നമുക്ക്. അതങ്ങനെയാണടാ, അതങ്ങനെയാണ്, മനസ്സിലായില്ലേ?
റിപ്പീറ്റഡ്ലി ഞാൻ കേൾപ്പിക്കാം. പറയാനൊക്കെ എനിക്കറിയാം. ജാസി മലപ്പുറംകാരനാണ്, മനസ്സിലായ? മലപ്പുറംകാരനാണ്. നീ ഒരു ആണാണ്, മനസ്സിലായില്ലേ? ഇതിൽ നീ എന്താണ് പറയുന്നത്? മലപ്പുറംകാരനാണ്. ഞാൻ പറയാറുള്ളത് ഞാനൊരു കാസർഗോഡുകാരിയാണെന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ ഞങ്ങൾ കാസർഗോഡുകാരാണെന്നാണ്. അല്ലാണ്ട് ഒരു സ്ത്രീയായി ഞാൻ വന്നിട്ട് ഞാനൊരു കാസർഗോഡുകാരനാണെന്ന് പറയില്ല. അതങ്ങനെയാണ്, പടച്ച റബ്ബുണ്ട്. നീ തന്നെ വന്നിരുന്ന് പറഞ്ഞു നീ ഒരു മലപ്പുറംകാരനാണ്. മലപ്പുറംകാരോടാണേ നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ? ഒരുത്തൻ വന്നിരുന്ന് നിങ്ങളെ നാടിനെ പാടെ അങ്ങ് അപമാനിച്ചു വിടുന്നത് നിങ്ങളൊന്നും കാണുന്നില്ല. മലപ്പുറംകാരോട് വളരെ സ്നേഹമുള്ള നാട്ടുകാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മലപ്പുറംകാരെ കുറിച്ച്. കാരണം എനിക്ക് അറിയുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്. പിന്നെ നീ ഈ പറഞ്ഞ ചീത്തവിളി തെറിയുണ്ടല്ലോ, നീ എന്താണ് വിചാരിച്ചേ? ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുന്നതെന്ന്? നീ മലപ്പുറംകാരനാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ കാസർഗോഡുകാരിയുണ്ടാ, മനസ്സിലായില്ലേ? പിന്നെ നിന്റെ തെറിവിളി നീ കേൾപ്പിക്കണമെന്നില്ല, എല്ലാരും കേട്ടതാണ്. ആ പാവം പിടിച്ച പിന്നെ ഉമ്മാനെ, ആഷീന്റെ ഉമ്മാനെ നീ വിളിക്കുന്ന ചീത്തയും കാര്യങ്ങളും അല്ലാത്ത കുറച്ചെണ്ണം എല്ലാം നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നിനക്ക് തെറി വിളിക്കാൻ അറിയാമെന്ന് നമ്മൾ ഏടി പറഞ്ഞിട്ടില്ല കേട്ടോ. ഏടി നമ്മൾ അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവ് how sweet he is. എനിക്ക് ആദ്യം ആ മോള് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അറിയാം, മനസ്സിലായ? പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, കുറെ തെറിയൊക്കെ പറഞ്ഞു ഭയങ്കര ആഷ്പൂഷായിട്ട് എടാ ഒറ്റ മോനെ മറച്ച മോനെ എടാ പോ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോ ഓ അവള് ഭയങ്കര സ്ട്രോങ് ആണ്, അവള് ഒരു പെൺ പുലിയാണ്. എടാ നാണമില്ലേ? ചോറല്ലേ കഴിക്കുന്നത്? നമ്മൾ കേരളത്തിൽ അരിഭക്ഷണമല്ലേ കഴിക്കുന്നത്? ഞങ്ങൾ മനുഷ്യന്മാരെ അരിഭക്ഷണമാണ് കഴിക്കുന്നത്. നീ എന്താണ് കഴിക്കുന്നത് നമുക്കറിയില്ല. നീ ആരോടാടാ നാണമില്ലേ എന്ന് ചോദിക്കുന്നത്? നാണം കെട്ടവരെ, നിന്നോടാണ് ഞങ്ങളത് ചോദിക്കേണ്ടത്. നിനക്ക് നാണവും മാനും മര്യാദയും ഉളുപ്പും ഉണ്ടോ എന്നുള്ളത്? വന്നിരുന്ന് പിന്നെയും മെഴുകി അങ്ങോട്ട് അല്ലേ? കള്ളൻ, പരക്കള്ളൻ. സംഗതി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജാസിയെ ഇതൊക്കെ കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ കാണാതെ പോലെ കേട്ടോ, ജാസിയെ ഒരു 100 പേര് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു 10,000 പേര് അവരെ ഇഷ്ടപ്പെടാത്തവരുണ്ട്, അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ആയിട്ടുണ്ട്. കാര്യം അവരുടെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഈ ജാസി എന്താ പറയുന്നത്? എല്ലാവരും എനിക്ക് സപ്പോർട്ടാ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഒരുപാട് പേര് എനിക്ക് അനുകൂലമായിട്ട് ഇരിക്കുന്നു. ആര് നിൽക്കുന്നത്? എനിക്കറിയാൻ വയ്യ ഇത് ആരാ നിൽക്കുന്നതെന്നുള്ളത്. ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരുടെ കമ്മ്യൂണിറ്റിക്കാർക്ക് പോലും ഇവർക്ക് ജാസിയെ വേണ്ട. അവര് തന്നെ തള്ളി പറയുക. പിന്നെ കല്യാണത്തിന് പോയപ്പോൾ അവിടെയൊക്കെ വെച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ചില്ല, ഒരു അഭിനയം പോലെയൊക്കെ കാണിച്ചല്ലാതെ ഈ ജാസി ആ കമ്മ്യൂണിറ്റി പോലും അല്ലെന്ന് അതിൽപ്പെട്ടവർ പറയുന്നത്. എങ്കിലും ഈ യവൻ നടക്കുകയാണ്, ഞാൻ അതിന്റെ അകത്ത് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ്. ഞാൻ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർക്കൊന്നും എന്നെ കണ്ടുകൂടാ, അവർക്കൊക്കെ കുശുമ്പാ നിന്ന്. എന്ന് വെച്ചാല് താരരാജാവല്ലയോ ജാസി, മലപ്പുറംകാരൻ ജാസി. ഇനിയിപ്പോ അവൻ തന്നെ ഞാൻ മലപ്പുറംകാരനാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാലോ, മലപ്പുറംകാരൻ ജാസി. ഈ കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറിയിട്ട് എന്റെ കല്യാണമാണ് അല്ലെങ്കിൽ എന്റെ സേവ് ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആണ്ട് കൂടെ നടന്നിട്ട് സേവ് ഡേറ്റ് കഴിഞ്ഞ് അടുത്ത് അവനെ ചവിട്ടി വേറൊരു ആണ്ട് കൂടെ നടക്കും, എന്നിട്ട് അവരുടെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും. അതെനിക്കില്ല. ഞാൻ എന്റെ സേവ് ഡേറ്റ് ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ മുന്നേ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയുമായിട്ട് കല്യാണം കഴിക്കുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ആ വ്യക്തിയും വളരെ നല്ല രീതിയിൽ സംസാരിച്ചു തീർത്ത് അവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചു, ഞാനും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നീയോടാ നീയോ? ഞാൻ കേൾപ്പിക്കാം കേട്ടോ, നമുക്കത് പോയിട്ട് നമുക്കത് കേൾക്കാം. ആണോ വണിന്നെ? അതല്ല ഇതല്ല ഞാൻ കേൾപ്പിക്കാം. എന്നെയാണോ നിങ്ങൾ സ്വഭാവമായി പോയത്? നിങ്ങൾ ഒരിക്കലും വന്നത് മനസ്സിലായ സ്ത്രീയായിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകുന്ന തകിലുകൾ അല്ലേ ഈ ഇവരും ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മോളെ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കൊലാഹം ഉണ്ടാക്കും. ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളം മാരേജ് മുമ്പ്. എങ്ങനെ നടന്നത്? എപ്പോഴാണ് എന്റെ ഈ മാരേജ് ആയത്? എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞത്? ഒരു 6 ഇയേഴ്സിന് മുമ്പായിട്ട്. നിങ്ങളുടെ ലവ് എത്ര വർഷം? ഇപ്പൊ ഞങ്ങള് ഇപ്പോ 8-9 വർഷത്തോളം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയം? എടാ പരക്കടയാടി, നീ എന്നെ വലിയ പറഞ്ഞില്ലേടാ. ഞാൻ ഒന്നുമില്ലെങ്കിലും ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ മുമ്പേ 9 കൊല്ലം മുമ്പേ റിലേഷനും വെച്ചിട്ട് പിന്നെ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലാവുന്നു ഞാനൊരു ലെസ്ബിയൻ ആണ്, അനക്ക് ആണുങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് മനസ്സിലായിട്ട് പിന്നെ ഞാൻ അങ്ങനെ പോയതൊന്നുമല്ല. മനസ്സിലായില്ലേ? നീയോ ഒരുത്തന്റെ അപ്പുറം പിന്നെ കുണ്ടനടിച്ച് നടക്കുന്നതും പോരാഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം അതിനെ കല്യാണം കഴിച്ചിട്ട് അതിന് ആ പെണ്ണിന്റെ പിന്നെ കല്യാണം കഴിച്ച് 10-15 ദിവസം കൂടെ ജീവിക്കുകയും ചെയ്തിട്ട് ഞാൻ ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്നും ഞാൻ വെക്കുന്നില്ല, അതെല്ലാം ഭയങ്കര മോശമാണ്, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. ജീവിച്ചാണ് നീ. എന്നിട്ട് ഇവൻ പറയുന്നത് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഒരു പാർട്ട്ണറേ ഉള്ളൂ, അതെന്റെ ആശിയാണ്, എന്റെ ആശീനെ മാത്രം. അപ്പൊ ആ പെണ്ണോ? ആ പെണ്ണോടാ, അതിന്റെ ജീവിതോടാ നീ തൊലച്ചേന് കിടക്കണ്ടടാ. നീ ആരോട് നീ കുറച്ചെല്ലാം ചിന്തിച്ചുവിടറാ. എനിക്ക് പറഞ്ഞ കാര്യങ്ങളിൽ പറയണം, തന്റെ രണ്ടായ കാര്യങ്ങൾ നീ പറയരുത്. നീ അതിൽ
ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ആർക്കാണ് 2 തന്ത. ഇവന് 2 അല്ല 42 തന്തയാണ്. 42 തന്ത ഞാൻ വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ പറഞ്ഞ ക്ലിപ്പും വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ട്. എനിക്ക് എവിടെയും ഒന്നും വളച്ചൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബാക്കി ഇവിടെ നമുക്ക് കേൾക്കാം. എനക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കണ്ട കടയാടികൾക്ക് വേണ്ടിയിട്ട് കളി പറഞ്ഞിട്ടൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് ആവശ്യം എനക്കില്ല. നീ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ പാചക വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ല, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ദിവസം 10-12 കണ്ടന്റ് അവിടെ കിടക്കും. നീ ഇത് അനാവശ്യമായിട്ട് വന്നിരുന്നോളെ പറയുമ്പോൾ അത് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ മെയിൻ ഹോബി. സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ, അങ്ങ് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ ചേറ്റേന്റെ കള്ളത്തരങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് വായി കൊടുക്കുക എന്നുള്ളത്. ട്രോളന്മാരും പോയിട്ട് നീ എന്നെ ട്രോളി ഞാൻ അങ്ങ് വിഷമിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോകുന്ന മോൾക്ക് തോന്നിയെങ്കിൽ നടക്കൂല. ജാസി എടാ മോനെ, അങ്ങനത്തെ ഒരു ധാരണ നിനക്കില്ലടാ. നിനക്ക് ഉളുപ്പും മര്യാദയും പിന്നെ ഉസുറും പുളിയും ഓരോ മണ്ണാങ്കട്ടിയിലും ഞങ്ങൾക്കറിയില്ലേ. എന്താ എല്ലട നായ, എന്റെ തന്ത പരനാറി, മനസ്സിലായില്ലേ? ഞാൻ ഇതുവരെയും ഞാൻ കല്യാണം കഴിയുന്നത് വരെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാവട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നതാവട്ടെ, എന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എനിക്ക് ലാവിഷം അടിച്ച് ചെലവാക്കി, പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ചെലവാക്കുക എന്നല്ല. അതുവരെയും എന്റെ അച്ഛനാണ് എന്നെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ടായത്. എന്റെ കാര്യങ്ങളും പിന്നെ എനിക്ക് അല്ലാണ്ട് ലാവിഷം അടിക്കാൻ വേണ്ടി ഞാൻ ഈ യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കിട്ടുന്ന പൈസ ഉപയോഗിക്കുന്നതല്ലാണ്ട് എനിക്ക് ഇതുവരെ അൽഹംദുലില്ലാ എന്റെ അച്ഛനാണ് എന്നെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ടായത്. ഇപ്പൊ എനിക്ക് അൽഹംദുലില്ലാ ഞാൻ പറയുന്നു, എന്റെ ഹസ്ബൻഡാണ് വളരെ അടിപൊളിയായിട്ട് എന്നെ നോക്കുന്നത്. ഇത് നമുക്ക് ഈ പറയുന്നത് പോലെ ഈ യൂട്യൂബിൽ ഒന്നെങ്കിൽ നമ്മുടെ സേവിങ്സ് ആയിട്ട് നമുക്ക് വെക്കാം എന്നല്ലാതെ കല്യാണം കഴിഞ്ഞു നീ എന്താ വിചാരിച്ചടാ എല്ലാരും നിന്റെ ആശയാണെന്നാണോ? നിന്റെ ആസനവും നക്കി നടക്കുന്ന നിന്റെ ആശയാണെന്നാണോ നീ വിചാരിച്ചത്? അല്ല, എനിക്കൊരു കുടുംബമുണ്ട്, മനസ്സിലായില്ലേ? ഇതുവരെ എന്റെ അച്ഛനാണ് നോക്കിയത്, ഇപ്പോഴും അച്ഛനും അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്, എന്റെ ഹസ്ബൻഡും എന്നെ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. കുടുംബം അതിനകത്ത് നിരിക്കുന്നത് പറഞ്ഞാൽ എന്താ പറയാ, അയ്യോ കല്യാണത്തിന്റെ ചെലവായിട്ടാന്ന് പോലും. ഞാൻ എവിടെ കിടന്ന നീയാന്ന് നാടകം കൊണ്ട് റെനയെ മേടിച്ചിട്ട് കിടന്ന നീ, ഞാനല്ല. ഞാൻ അന്നും ഇന്നും ഇനി ദൈവം എത്തിച്ചാൽ നാളെ ഇൻഷാല്ലാ ഇങ്ങനെ തന്നെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ കുടുംബമൊക്കെ ആയി ഒരു കല്യാണമൊക്കെ കഴിച്ച് നാളെ കുടുംബം വലുതാവണം എന്നൊക്കെ വിചാരിച്ച് എല്ലാവരോടും സഹകരിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് അത് മനസ്സിലാവും. നിനക്കത് മനസ്സിലാവില്ല. നിന്റെ ഒപ്പം നിൽക്കുന്ന ആശയുണ്ടല്ലോ, അവൻ എങ്ങനെയായിരിക്കും? ഓന് പിന്നെ വേർപ്പിന്റെ സുഖം നമുക്കറിയാം. ഒരു മണിക്ക് പോകാൻ കഴിയില്ല. നീ ഉണ്ടാക്കുന്ന മോരുകറിയും നക്കി, നീ കൊടുക്കുന്ന വെളിച്ചെണ്ണയും ഊഞ്ഞാലാട്ടിയിരിക്കാൻ അവനെ കൊണ്ട് കഴിയൂ എന്ന് വിചാരിച്ചു നിങ്ങളെ രണ്ടാളെയും തന്തകളല്ല ബാക്കിയുള്ളവർക്ക്. അയ്യോ കല്യാണത്തിന്റെ ചെലവ് ഇതാക്കാൻ വേണ്ടിട്ട് പോലും ആരാടാ? നീ ഒന്ന് അന്വേഷിച്ചു കേട്ടോ. Who's my daddy is? ചൂടോ. അൽഹംദുലില്ലാ ഞാനതിൽ വളരെ ബ്ലസ്ഡ് ആണ്. പറഞ്ഞത് മാറ്റിയിട്ട് മോള് പറയാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മോള് ട്രോളിക്കോ ഒരു കുഴപ്പമില്ല. കാരണം മോള് കണ്ടന്റ് ആണ്, മോള് കല്യാണം കഴിഞ്ഞപ്പോ അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല കാര്യമാണ് മോള്. എടാ കടയാടി കുണ്ടേശേ, എന്റെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കാൻ എന്റെ ഭർത്താവിനും എന്റെ അച്ഛനും അറിയാം, മനസ്സിലായോ? എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ചെലവിൽ എനിക്ക് എന്റെ ഇത് കഴിഞ്ഞു പോകണമെന്നില്ല. അതിൽ നിനക്കും നിന്റെ ആശിക്കും വേർപ്പിന്റെ അസുഖമില്ല നിങ്ങൾക്കാണത്, ഞങ്ങൾക്കല്ല. ട്രോൾ ചെയ്ത് പ്രശ്നമില്ല നീ കുണ്ടം പറയുന്നുണ്ട്. ഇവൻ കൊണ്ടുപോയി കേസും കൊടുത്തിനോലു. പിന്നെ പറയാനുള്ളത് പോലെ തന്നെ സത്യസന്ധമായിട്ട് തന്നെ പറയും. നിന്നെ പോലെ അല്ല ഇന്നൊന്ന് നാളെ ഒന്ന് പിന്നെ നീ നിന്റെ വീടിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. നീ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്തൊന്നും പറയാനില്ലാത്തേ? ഒരു സ്ഥലത്ത് നീ പറഞ്ഞു നീ ഒരു കമ്മ്യൂണിറ്റിയിലും ഇല്ല, കമ്മ്യൂണിറ്റിന്ന് ഒരു തരത്തിലുള്ള പ്രോത്സാഹനം നിനക്ക് എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നടാഷ എന്ന് പറയുന്നവരെ കല്യാണത്തിന് വന്നപ്പോ ദീപ്തി കല്യാണി പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റി സൈഡിൽ നിന്ന് എനിക്ക് മോട്ടിവേഷൻ കിട്ടിയെന്ന്. അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും നിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടില്ല. എന്തേ? അതെന്ത് പറ്റിയാടാ? എന്താടാ മുഹമ്മദ് ജാസി? അപ്പൊ ഇവര് തമ്മിലുള്ള ടോക്ക് ഇങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോകുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് പോർഷൻ ഒന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട്ട് പങ്കുവച്ചത്. അപ്പൊ ഇതിനകത്തൊരു കാര്യം മനസ്സിലായില്ല. ഈ ജാസിക്ക് ഒഴിവാക്കാതിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ എത്രയൊക്കെ വീട്ടുകാരെ നിർബന്ധിച്ചാലും എനിക്ക് അതിന് സാധിക്കത്തില്ല, ഞാൻ ഇങ്ങനെപോലാണ് എന്നുള്ളത് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. ഒരു പെണ്ണിന്റെ ജീവിതം ജാസി നശിപ്പിച്ചു. ആ പെണ്ണ് ഇപ്പം കല്യാണം കഴിഞ്ഞ് നല്ലപോലെ ജീവിക്കുന്നെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിൽ നിന്നും വിഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാ മക്കളുമായിരുന്നു നന്നായി വരട്ടെ. ഇപ്പൊ ഓരോ മാതാപിതാക്കളും ഈ ആഷിയുടെ ആയാലും ജാസിയുടെ ആയാലും എല്ലാ മാതാപിതാക്കള് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പൊ അവരിഷ്ടത്തിലാണ് അവർ ജീവിക്കുന്നത് എങ്കിലും ഈ മാതാപിതാക്കളുടെ ഒരു ഇതുണ്ടല്ലോ, ആഗ്രഹവും അവരുടെ ഒരു ഇഷ്ടങ്ങളും ഉണ്ടല്ലോ, അതൊന്നും നടക്കാതെ പോയി. അവർക്ക് അതൊക്കെ എത്ര കാലത്തോളം മരിച്ചാലും തീരാത്ത വിഷമമായിരിക്കും അതൊക്കെ. അപ്പൊ നമ്മുടെ കുട്ടികളെങ്കിലും ഇനിയുള്ള തലമുറയെങ്കിലും നേരെ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഇന്ന് ഞാൻ അവരെ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയല്ല കേട്ടോ, ഞാൻ പറഞ്ഞതല്ല, എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. പേഴ്സണലി ഞാൻ ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടോ അതിനോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം.
ചെയ്യാതിരിക്കുന്നത് എന്റെ ഇഷ്ടം. അപ്പം എന്നെ പോലെ ചിന്തിക്കുന്നവർ കാണും, മറിച്ച് ചിന്തിക്കുന്നവരും കാണും. അപ്പൊ എന്തൊക്കെയായിരുന്നാലും നമുക്ക് വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.